പിന്നെ ഇവന്റെയൊക്കെ ആശാനുണ്ടല്ലോ, അവന്റെ വിവരം ഉണ്ടോടാ, ഈ തൊപ്പിയുടെ വിവരം? അവനൊരു കേസ് കൊടുത്തൊരു വ്ളോഗ് ഇട്ടിട്ട് അതുവഴി കണ്ടം വഴി ഓടിയതാണ്. ഇത് AI ആണ്, എന്റെ വോയിസസ് അല്ല. അവന്റെ യാതൊരു വിവരവും ഇല്ല. ഇപ്പൊ ഇവന്റെ ഷമീറിന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇവനെ എക്സ്പോസ് ചെയ്യുന്നത് അവൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതിന്റെ ഇടയിൽ കൂടെ ചിലപ്പോൾ ഗോൾ അടിക്കാൻ വരും. മനസ്സിലായോ? ഇവനിപ്പം വീണ് കിടക്കുവാണല്ലോ, എന്തെങ്കിലും ഞാൻ അത് പിടിച്ച് ഞാനൊന്ന് വെളുപ്പിക്കാം എന്നും പറഞ്ഞിട്ട്, ഇവൻ ഉടായിപ്പാണെന്നും പറഞ്ഞിട്ട് അവൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. തൊപ്പി ഈ സമയത്ത് തൊപ്പി വരുവാണെങ്കിൽ കുറച്ചുകൂടെ വെളുപ്പിക്കാൻ എളുപ്പമാണ്. ഇവൻ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാം. ഒന്നാമത് ഇവന്റെ ക്രെഡിബിലിറ്റി പോയല്ലോ. അതുകൊണ്ട് അങ്ങനെ അവൻ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇവനെയൊക്കെ ഈ ഉടായ്പത്തരം പഠിപ്പിച്ചത് ലവനാണ്. ഇവന്റെയൊക്കെ ആശാനാണ് ലവൻ. ഇവനൊക്കെ ഈ തരത്തിൽ ഉടായ്പത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ തൊപ്പി ഏത് ലെവൽ ഉടായ്പത്തരം കാണിക്കുമെന്ന് നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അമ്മാതിരി യൂണിവേഴ്സൽ ഉടായ്പാണ് അവൻ. ഇവന്റെ ഇന്നലത്തെ ലൈവിനകത്ത് അഭിനയം നിങ്ങളത് കാണണേ, ഭയങ്കര അഭിനയമാണ്. വേറെ സ്ക്രിപ്റ്റ് പോകുന്ന പോക്ക് ഞാൻ കാണിച്ചു തരാം. ഇതെന്താ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരാളെയും കൂടി ലാബിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് വളരെ യാദൃച്ഛികമായിട്ട് ജാസിയെ കണ്ടുമുട്ടുന്നു ഗൈസ്. ഇതിനകത്ത് ഉമ്മാരുടെ കണ്ണിലോട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കള്ളത്തരം ഉണ്ടെങ്കിൽ ക്യാമറ നോക്കി ചിലപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഭൂരിഭാഗം സമയവും ഷമീറും ജാസിയും ക്യാമറയിൽ നോക്കിയല്ല സംസാരിക്കുന്നത്. അവർ അവന്റെ ഫോണിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അതിനകത്ത് തന്നെ മനസ്സിലാവും അവന്റെ കള്ളലക്ഷണം. ജാസി ഒന്ന് കണ്ണങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. ഷമീർ ക്യാമറയിലോട്ട് നോക്കുന്നതേ ഇല്ല. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. വിചാരിച്ചു ഇപ്പൊ ഓൾറെഡി ഇവരൊക്കെ ഇതിട്ടല്ലോ, ഞാൻ വിചാരിച്ചു വല്ല പോലീസുകാരെ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ അവരെന്തായാലും ടെസ്റ്റ് ചെയ്യില്ല, പൈസ കൊടുക്കാണ്ട്. അങ്ങനെ ആദ്യം വിചാരിച്ചു. എന്തൊരു നാച്ചുറൽ ആക്ടിങ് എടാ, എന്തൊരു നാച്ചുറൽ ആക്ടിങ്, ഓസ്കാർ ലെവൽ ആക്ടിങ്. ലൈവിനകത്ത് ഇവന്മാർ എന്തോരം ആക്ട് ചെയ്ത് കളിച്ചിട്ടുള്ളതാണ്. അന്നേരം പിന്നെ ഇതൊക്കെ സിമ്പിള്. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇതിന്റെ അപ്പുറത്ത് ചെയ്തതാണ്, സംഭവം അറിയില്ലാന്ന്. അപ്പൊ ഗൈസ്, എടേ കൂടെ നടക്കുന്ന ഇവന് ജാസി ഡ്രഗ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം പരസ്പരം പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാർ രണ്ടുപേരും സെയിം കേസ്, സെയിം ടൈപ്പ് ഓഫ് ആരോപണങ്ങളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. ഡ്രഗും പെൺപിടിയും അതും ഇതും എല്ലാം. അന്നേരം രണ്ടുപേരും ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. അന്നേരം ഇത് പരസ്പരം ഒരു പറഞ്ഞിട്ടേ ഇല്ല. കുറച്ച് കാര്യങ്ങൾ അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതാക്കാനായിട്ട് താല്പര്യമില്ല. വർത്താനം പറഞ്ഞിട്ട് അവൻ ക്യാമറ നോക്കണില്ല. അവന്റെ ആക്ഷൻ എല്ലാത്തിനകത്തും ഭയങ്കര കള്ളലക്ഷണം. താല്പര്യമില്ല. സ്ക്രിപ്റ്റ് ഇപ്പൊ ജാസി ഉണ്ടെങ്കിൽ പൊട്ടാ, അത് നല്ലതല്ലേ? സ്ക്രിപ്റ്റ് ആണെന്ന് തന്നെ വിചാരിക്കും. അതെ നല്ലതാണ്, നിനക്ക് നല്ലതാണ്. അവന്റെ മൂത്രവും നിന്റെ മൂത്രവും തമ്മിൽ സാപ്പ് ചെയ്യാം. ജാസി ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? ജാസിന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ മണ്ടന്മാരെ. ജാസി ഇതാണല്ലോ പറയുന്നത്, അപ്പൊ ഓന്റെയും കൂടി നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എന്റെ ഉമ്മ സദ്യ സ്ക്രിപ്റ്റ് അല്ല, പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും ഇത് അങ്ങനെ വിചാരിക്കല്ലേ, അത്രയും ഇതായിട്ടാണ് ഇവിടെ കണ്ടുപിടിയത്. പക്ഷെ എന്താ അറിയോ, ഈ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂര് ആകെ 4-5 എണ്ണേ ഉള്ളൂ. ഇവിടെ 2 മണിക്കൂറിൽ കിട്ടും. വേറെ ഏടിയും കിട്ടൂല. നമ്മള് ബാക്കി എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കി, വേറെ ഏടിയും കിട്ടുന്നില്ല. വേറെ എങ്ങും കിട്ടുന്നില്ല. ഇവിടെ ആ ലാബിൽ മാത്രമേ 2 മണിക്കൂറുകൾ കൊണ്ട് ഈ ഒരു സാധനം കിട്ടൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 1.5 കോയിൻസിഡൻസാ. സെയിം സമയത്ത് രണ്ടുപേരും ഒരു 2-3 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രം രണ്ടുപേരും വരുന്നു. സെയിം സമയത്ത് വരുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ബില്ല് ചെയ്ത ഡേറ്റ് നമുക്ക് ആ റിപ്പോർട്ടിനകത്ത് കാണാൻ പറ്റും. ബില്ല് ചെയ്ത ഡേറ്റ് അല്ല, ഡേറ്റും ടൈമും കാണാൻ പറ്റും. അന്നേരം ഈ രണ്ടുപേരും ബില്ല് ചെയ്തേക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അന്നേരം സെയിം ടൈമിലാണ് രണ്ടുപേരും വന്നേക്കുന്നത്, സെയിം ലാബിലാണ് വന്നേക്കുന്നത്. അത് ജാസിയുടെ വീട് അതിന്റെ തൊട്ടടുത്തൊന്നുമല്ല, പക്ഷെ സെയിം ലാബിലാണ് രണ്ടുപേരും വന്നേക്കുന്നത്. സ്ക്രിപ്റ്റിന്റെ ഭാഗമല്ല. അന്നേരം ആ ഒരു കോയിൻസിഡൻസ് നിങ്ങളൊന്ന് നോക്കണം. വാട്ട് എ കോയിൻസിഡൻസ് ഗൈസ്. ഇവരൊക്കെ ഇത്രയും നാള് സ്ക്രിപ്റ്റ് കളിച്ച് ജനങ്ങളെ പറ്റിച്ച് വലിപ്പിച്ച് ഇനി നടക്കത്തില്ല. നീയൊക്കെ നിന്റെ കളികൾ എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇതോടുകൂടി നിർത്തിക്കോ പരിപാടി. കുറച്ച് അലിഗേഷൻസും പരിപാടികളിലുണ്ട്. അപ്പൊ അതെല്ലാം ഡയറക്റ്റ് ഇവിടെ വന്ന് നേരെ ടെസ്റ്റ് ചെയ്ത് നേരെ തീരുമാനിക്കാന്ന് വിചാരിക്കുന്നത്. വെറുതെ വർത്താനം ഇതിനെ കൊണ്ടും കാര്യമില്ല. വെറുതെ സംസാരിച്ച് ഞാൻ ഇപ്പൊ എന്താ പറയാ, അതിന്റെ ഹാർഡ് കോപ്പി എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്ത് എന്നിട്ട് അത് വേറെ ആളതാന്ന് പറയും, അല്ലെങ്കിൽ അത് ഞാൻ മെയ്ഡപ്പ് ചെയ്തെന്ന് പറയും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇവിടെ വരുന്നു, കാണിക്കുന്നു, പോകുന്നു. നമ്മൾ അതല്ലേ ഏറ്റവും നല്ലത്. കഴിഞ്ഞ വീഡിയോയിൽ സായി ഇവന്റെ ഹാർഡ് കോപ്പി എടുത്ത് കാണിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ ലൈവായിട്ട് നീ നിന്റെ PDF ലൈവില് വന്നിട്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അതിന് പകരമായിട്ട് അത് കാണിക്കാൻ പറ്റത്തില്ല. അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവൻ ലൈവായിട്ട് വന്നിട്ട് മൂത്രത്തിനകത്തോടെ ഇപ്പത്തരം കാണിച്ച് ആ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. മനസ്സിലായ? എടാ, നീ തന്തൊക്കെ ഉണ്ടായവനാണെങ്കിൽ, നിനക്ക് പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ, നിന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നീ ആ ഹാർഡ് കോപ്പി എടുത്ത് ആദ്യം കാണിക്കുന്നതാണ്ട് ഇതാണ് ഹാർഡ് കോപ്പി, ഇതിനകത്ത്
ഇങ്ങനാണ്, എന്റെ PDF ഞാൻ ലിങ്ക് അയച്ച്, ഇപ്പൊ നീ ലിങ്ക് ഇട്ടിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുന്ന രീതിയിൽ അത് കാണിക്കാൻ പറ്റുമോ? നിനക്ക് പറ്റത്തില്ല. നിനക്ക് സാമാനത്തിന് നിന്റെ ഉറപ്പില്ല, നിനക്കത് കാണിക്കാൻ പറ്റത്തില്ല. കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പോസിറ്റീവ് ആണെന്ന്. നിനക്ക് നീ പറയുന്ന വാക്കിനകത്ത് സത്യം ഉണ്ടെങ്കിൽ നീ ആദ്യം ഹാർഡ് കോപ്പി കാണിച്ചേനെ, എന്നിട്ട് നീ ഈ ലൈവ് ഉണ്ടാക്കിയേനെ. ഹാർഡ് കോപ്പി, ഇതാണ് ഹാർഡ് കോപ്പി, ഞാൻ നമ്മുടെ ലൈവായിട്ട് പിന്നെയും ഇത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നും പറഞ്ഞ് നീ ചെയ്തേനെ. നീ ചെയ്യത്തില്ല. ചെയ്യാത്തതിന്റെ കാര്യം എന്താ? നിന്റെ ഭാഗത്ത് സത്യമില്ല. നീ ഇത്രയും നാൾ പറ്റിച്ചുകൊണ്ടിരുന്നതാണ്. അതിനകത്തുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ഇപ്പൊ ഈ മൂത്രം ഒഴിക്കാൻ പോകുന്ന കാണിക്കുന്നുണ്ടല്ലോ, അതടക്കം നാടകമാണ്. ബ്ലോഗ് പോലെ ചെയ്യട്ടെ, അവര് റിസൾട്ട് തരട്ടെ, 2 മണിക്കൂർ വേണ്ടി ഇരുന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ കട്ടോ പരിപാടിയോ ബ്ലോഗ് പോലെ കട്ട് ചെയ്യാനോ ഒരു പരിപാടി ഇതിൽ നടക്കൂല. അതുകൊണ്ടാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ലൈവായിട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. ഇതിനകത്ത് ഇത് വ്ലോഗ് പോലെ കട്ട് ചെയ്ത പരിപാടിയൊന്നുമില്ല. അന്നേരം ആളുകളെ ബോധിപ്പിക്കണം. ഇവിടെ ലൈവിനകത്ത് ആളുകളെ ഇത്രയും നാൾ സ്ക്രിപ്റ്റ് വെച്ച് പറ്റിച്ചോണ്ടിരുന്നവന്മാരല്ലോ നീയൊക്കെ. അപ്പൊ ഇതിനകത്ത് മാനിപ്പുലേഷൻ കാണിക്കാൻ നിനക്കൊക്കെ വലിയ പാടാണോ? നിന്റെ തലതൊട്ടപ്പനുണ്ടല്ലോ സ്ക്രിപ്റ്റിന്റെ ആശാൻ തൊപ്പി, അവന്റെ കൂടെ അല്ലാതെ ഇത്രയും നാള് അവനെ കണ്ടല്ലോ നീയൊക്കെ ലൈവ് ചെയ്യാൻ പഠിച്ചത്. അന്നേരം അതിന്റെ ഗുണം കാണിക്കാതിരിക്കത്തില്ലല്ലോ. അപ്പൊ ഇവന്റെയൊക്കെ ലൈവ് അല്ല, ഇവനൊക്കെ നമ്മളെ വിളിച്ചു നിർത്തിയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയും കള്ളന്മാരാ, പേരും കള്ളന്മാര്. കട്ടില്ല, കോപ്പില്ല. കട്ടില്ലെന്ന് പറഞ്ഞാൽ നീ എടുക്കുന്ന സാധനം ഒന്നും കാണിക്കുന്നൊന്നുമില്ലല്ലോ. മൂത്രം വയ്ക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിന്റെ പുറത്ത് ക്യാമറ വെച്ചിട്ട് അതിന്റെ അകത്ത് കയറിട്ടല്ലേ ചെയ്യുന്നത്. അന്നേരം അതിന്റെ അകത്ത് വെച്ച് നീ മൂത്രം സാപ്പ് ചെയ്തിരുന്ന ആര് കണ്ട്? കൂടുതൽ കിടന്ന് ഉണ്ടാക്കല്ലേ. മൂത്രം വയ്ക്കാൻ വേണ്ടി പോവാ. ഇനി ബോഡി ചെക്കിങ്. ചെരുപ്പിനകത്തില്ല, വാച്ചിനകത്ത് മൂത്രമോ? അതൊക്കെ എന്തിനാണ് വാച്ചിന്? തൊപ്പിക്കകത്തില്ല. സാമാനത്തിൽ കെട്ടി തൂക്കിയിട്ടുണ്ടായിരിക്കും മൂത്രം വെച്ചിട്ട്. ചട്ടിക്കകത്തുണ്ടാവും. അപ്പൊ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ വേറെ മൂത്രമൊന്നും പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കാണിച്ചത്. മനസ്സിലായോ? ഇവിടെ ഒരു കുഞ്ഞു ഡപ്പിക്കകത്ത് മൂത്രം വെച്ചിട്ട് ഷഡിക്കകത്ത് വെച്ചിട്ട് അകത്തോട്ട് കൊണ്ടിട്ട് ഒഴിച്ചിട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണോ? അതും പോട്ടെ, അതിനേക്കാളും വേറെ സാധ്യതകളുണ്ട്, അത് പറയാം ഞാൻ. അപ്പൊ ഇവന്മാരിങ്ങനെ മൂത്രം ഒഴിച്ച് മൂത്രം കൊടുത്തിട്ട് ലാബ് ഇടുകയാണ്. 2 മണിക്കൂറിന് ശേഷമാണ് വരുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിനകത്ത് ഓരോ ആൾക്കാർ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പഴയ 1 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാണിക്കും ബ്രോ. അത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ എടുത്തു. അതിന്റെ 3-ാമത്തെ ദിവസമാണ് ഈ പറഞ്ഞ DGP ഓർഡർ ഇട്ടെന്ന് പറഞ്ഞിട്ട് തൂറാൻ മുട്ടിയ പോലെ ഓടുന്നത്. മനസ്സിലായോ? അതിനെന്തോ 5000 ഉറുപ്പ്യ മറ്റാന്ന് ഒരാൾക്ക് ഇതാക്കാനും ഒരാഴ്ച സമയം എടുക്കും. പിന്നീട് കണ്ണൂരെത്തി, കണ്ണൂരിൽ നിന്ന് എടുത്ത് സ്ഥലം എന്തായാലും പറഞ്ഞാൽ പഴയ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചോദിച്ച സമയത്ത് പറയാണ്, ആ സമയത്താണ് DGP ഓർഡർ ഇടുന്നത്. അപ്പം റിപ്പോർട്ടൊന്നും എടുക്കാതെ ഓടി. എടാ റിപ്പോർട്ട് എടുക്കാതെ ഓടിയെങ്കിലും പറഞ്ഞിട്ട് റിപ്പോർട്ട് നശിച്ചൊന്നും പോത്തൊന്നുമില്ല. നിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരയച്ചെന്ന ലിങ്കിൽ കയറി കഴിഞ്ഞാൽ റിപ്പോർട്ട് കിട്ടും. അത് വേണമെങ്കിൽ നിനക്ക് കാണിക്കാം. അതവൻ കാണിച്ചിട്ടില്ല. അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ലയോ നിനക്ക്? അതൊക്കെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പൊ ഒരെണ്ണം വലിയ പോസിറ്റീവ് ആയത്തുള്ളൂ. അതിനകത്ത് കാണിച്ചിരുന്ന മിനിമം ഒരു 3-4 പോസിറ്റീവ് ആയനെ ഉറപ്പാണ്. ഇവൻ ഈ തൊപ്പിയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് തൊപ്പി മറ്റേ ഉമ്മാരുടെ കുണ്ടം കളി കളിച്ചുകൊണ്ടുള്ള പരിപാടി ലൈവ് വന്നല്ലോ. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഇവന്മാർ ആദ്യം ലാബിൽ പോയി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വ്ളോഗും കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഡേറ്റ് ജൂൺ 10 ആണെന്ന് തോന്നുന്നു. അതിന്റെ ലാബ് ടെസ്റ്റ് നമ്മളെ കാണിച്ചിട്ടില്ല. ആ ജൂൺ 10 ഇവന്മാർ എടുത്തേക്കുന്ന ലാബ് ടെസ്റ്റ് കാണിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം ജൂൺ 18 എടുത്ത ലാബ് ടെസ്റ്റ് ആണ് നമ്മളെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് ആണ് തിരുത്തി കാണിച്ചിട്ടുള്ളത്. അത് കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ജൂൺ 27 പോയിട്ട് ഈ ലൈവ് ടെസ്റ്റ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഈ 3 ടെസ്റ്റിനകത്ത് ഇവൻ ഫെയിലാണ്. 3 എണ്ണത്തിനകത്തും ഫെയിലാണ്. ഈ 3 എണ്ണം ഇവൻ ഉടായ്പ് കാണിച്ചാണ് കാണിച്ചേക്കുന്നത്. എനിക്കല്ലേ വേണ്ടത്, അല്ലാണ്ട് പിന്നെന്തിനാ ഈ പറഞ്ഞ കോൾ ചെയ്യുന്ന ഇതാക്കേണ്ടല്ല ആവശ്യം എന്താ? അങ്ങനെയാണെങ്കിൽ അത് കാണിക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് അത് ഇത് ചെയ്യുന്ന എൻ്റെ അടുത്താണോ പറയേണ്ടത്? എന്നെ ഇതാക്കിയിട്ട് എന്റെ മേലെ അലിഗേഷൻ വെച്ചിട്ട് അത് തെളിയിക്കേണ്ടത് അപ്പൊ എന്റെ ഉത്തരവാദിത്തമല്ലല്ലോ. ഞാൻ ആ സംഭവം പറയുന്നു അല്ലേ, ഞാൻ ആ വീഡിയോയിൽ ഞാൻ എന്റെ കാര്യം പറയുന്നു. അപ്പൊ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കല്ലല്ലോ, മൂപ്പർക്കല്ലേ. മൂപ്പര് ഈ പറഞ്ഞ വായിനെ കൊണ്ട് പറഞ്ഞു ആരോ കോൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയില്ല അതിന്റെ കാര്യങ്ങള്. ഇത് ആരോ കുത്തിത്തിരിപ്പുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഏതോ അമ്മമാര് ഇതാക്കി കൊടുത്തതോ കണ്ടിട്ട് ചൊറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് പൊളിഞ്ഞിട്ടോ മൂപ്പര് ചെയ്തായിരിക്കാം. അല്ല മൂപ്പര് ജോലിയാണത്. അതുകൊണ്ട് ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല.
ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് മൂപ്പര് പറഞ്ഞായിരിക്കാം, മൂപ്പർക്ക് അത് റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സായിയെ പറ്റിയാണ് പറഞ്ഞത്. സായിയുടെ ലാസ്റ്റ് വീഡിയോയിൽ സായി ഈ ലാബിൽ വിളിച്ചിട്ടുള്ള ആ മുതലാളിയുടെ വോയിസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അന്നേരം അതിനെ പറ്റിയാണ്. അപ്പൊ ഇവൻ പറയുന്നത് സായി പോയി അവനെതിരെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് തെളിയിക്കും എന്നുള്ളതാണ്. എന്തായാലും അവൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. നിന്റെ ആദ്യത്തെ റിപ്പോർട്ട് ഫേക്ക് ആണെന്ന് അവൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. മണ്ടത്തരം കാണിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നീ തന്നെ അതിനുള്ള ലിങ്ക് ഇട്ട് കൊടുത്തു. ഇന്നാ എടുത്തൊന്നും കുറെ ഇനി 2 എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് അത് ഇതാക്കി റീച്ച് ആക്കാനോ ഇതാക്കാനോ എലിഗേഷൻസ് വേറൊരാളെ പേരിൽ പറഞ്ഞ് ഇതാക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഇത് പറഞ്ഞവരാരാണോ അവര് തെളിയിക്കട്ടെ. ഞാൻ എന്റെ കാര്യം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം വേറെ ആയിരിക്കാണോ ഇതുള്ളത് അവര് ക്ലിയർ ആക്കണം. ഞാൻ ലൈവായിട്ട് വന്ന് ലൈവായിട്ട് എന്റെ മൂത്രം കൊടുത്ത് ലൈവായിട്ട് ഇവിടെ കാണിച്ച് ലൈവായിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതോടുകൂടി എനിക്ക് ഇനി വേറെ പണിയുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ബാക്കിൽ നിന്ന് നടക്കുക ഇതിന്റെ മറ്റേ ഇനിയും നിന്നെയൊക്കെ നമ്മൾ വിശ്വസിക്കണോ? നീയൊക്കെ ലൈവായിട്ട് കാണിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എത്രയോ സ്ക്രിപ്റ്റ് എഴുതി ലൈവായിട്ട് ജനങ്ങളുടെ മുന്നിൽ മണിക്കൂറുകളോളം വന്ന് ആക്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ച് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവന്മാരാണ് ഇവന്മാര്. അവന്മാർക്ക് ഈ മൂത്രത്തിന്റെ സാമാനം ഒന്ന് മാറ്റിമറിയാനാണോ പാട്? കട്ടിങ്ങിന്റെ എഡിറ്റിങ്ങിന്റെ യാതൊരു ആവശ്യം പോലും ഇല്ല. കുടിച്ച വെള്ളത്തിൽ ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കുടിച്ച വെള്ളത്തിൽ. അതുകൊണ്ട് നീ കൂടുതൽ കൊണവധികാരം പണയാൻ നിക്കല്ലേ ഷമീറെ. ഇതും നോക്കിയിട്ട് നടക്കാൻ എനിക്ക് സമയമില്ല, എന്നെ കൊണ്ട് പറ്റുകയും ചെയ്യില്ല. എനിക്ക് മൈൻഡ് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഒരു 100 ഇതിന്റെ പ്രശ്നത്തിന്റെ ബാക്കിൽ നിന്ന് നടക്കുന്നത്. അപ്പൊ ഇത് ഫേക്ക് ആക്കി എന്ന് പറയുകയാണെങ്കിൽ ആദ്യമേ ഇത് ഫേക്ക് ആക്കിയാ പോരാ മൊണ്ണകളെ. ഇപ്പൊ ആരാ ശരിക്കും മൊണ്ണകളായത്? ഇപ്പൊ ആരാ ശരിക്കും മൊണ്ണ? ബുദ്ധിയില്ലാത്തവന്മാരെ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ട്. ആർക്കാണ് ബുദ്ധി ഇല്ലാത്തവര്, ആരാണ് മൊണ്ണകളെന്ന്. എന്താണെങ്കിലും നിന്നെക്കാളും ബുദ്ധി ഉണ്ടാ. ഇതാണ് ജാസിന്റെ റിസൾട്ട്. മനസ്സിലായോ? ഇതിപ്പോ ഞാൻ ഫേക്ക് ആക്കി എന്ന് പറയുന്നു, അരിയെണ്ണം പറയുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറയുന്നു ഞാൻ ഫേക്ക് ആക്കി. ഓക്കെ ബ്രദർ, ഞാൻ ഫേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, അനക്ക് ഇത് ആദ്യം അങ്ങ് ചെയ്താ പോരെ? അനക്ക് ആദ്യം തന്നെ എന്റെ ഈ പറഞ്ഞ പോലെ 3-4 ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ ഇവിടെ 4 പേര് ഇരിക്കുന്നുണ്ട്. മനസ്സിലാ? ഈ 4 പേരില് ഏതെങ്കിലും ഒരുത്തന്റെ മൂത്രം എനിക്ക് എടുത്ത് കൊടുത്താ പോരെ? ഞാൻ അത്രക്ക് പൊട്ടനാന്നോടാ. പൊട്ടനാണ് നീ, വെറും പൊട്ടനല്ല, 916 പൊട്ടനാണ്. അത്രയും പൊട്ടനാ. അല്ലെങ്കിൽ ഇമ്മാതിരി മണ്ടത്തരം കാണിക്കൂലല്ല. ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കണം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ബോധം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അത്യാവശ്യം പഠിപ്പും വിവരവും ബുദ്ധിയും ബോധവും നിന്നേക്കാൾ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിന്റെയൊക്കെ തൊട്ടിത്തരവും ഉടായ്പത്തരമൊക്കെ നിന്റെയൊക്കെ അന്തം ഫാൻസിന്റെ അടുത്ത് കാണിച്ചാൽ അവന്മാർ വിശ്വസിക്കും. അവന്മാർക്ക് ചിലപ്പോൾ നീയൊക്കെ ദൈവമായിരിക്കും. പക്ഷെ ഇച്ചിരി ബോധമുള്ള ഒരുത്തരും നിന്നെ ഒന്നും വിശ്വസിക്കൂല. അതുകൊണ്ട് പണയമാണ്, ഇങ്ങോട്ട് ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിച്ചു കയറി വിടും. അതുകൊണ്ട് കൂടുതൽ തൊലിക്കാൻ നിൽക്കണ്ട. നീ നിന്റെ പണി നോക്കി പോകുന്നതായിരിക്കും നല്ലത്.